പിന്നെ സച്ചരിതം വായിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ബാബയുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ എല്ലാവർക്കും പറ്റും. ഇന്നവരെന്നെ വേണമെന്നില്ല, ആർക്ക് വേണമെങ്കിലും കഥ മനസ്സിലാക്കിയാൽ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഓം സായിറാം, ജയ സായിറാം, ശ്രീ സായിറാം, ഗുരു സായിറാം. അങ്ങനെ ബാബുജിയെ അവിടെ കിടത്തിയ ദ്വാരകമായിൽ കിടത്തിയ ശേഷം സായിബാബ പുറത്തു പോവുകയായിരുന്നു. പുറത്തു പോയി കുളിക്കാൻ പോവുകയായിരുന്നു. കുളിക്കാൻ പോയപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ പറയുമായിരുന്നു, സായിബാബ നിങ്ങൾ എന്തിനാണ് ഈ കുളത്തിൽ കുളിക്കുന്നത്? നിങ്ങൾ ഈ കുളത്തിൽ കുളിച്ചു വെച്ചാൽ ഈ ജലമൊക്കെ നാശമാകും, അശുദ്ധമാകും. വേണ്ട, നിങ്ങൾ കുളിക്കരുത്. ഞങ്ങൾ ഇന്നലെ കണ്ടതാണ്, നിങ്ങൾ ബാബുജിയെ എടുത്തിട്ട് പോണത് ഞങ്ങൾ കണ്ടതാണ്. നിങ്ങൾ ഈ കുളത്തിൽ കുളിച്ചാൽ ഈ വെള്ളമൊക്കെ അശുദ്ധമാകില്ലേ? നിങ്ങൾ കുളിക്കണ്ട ബാബ എന്ന് പറയുകയായിരുന്നു. അപ്പോൾ പിന്നെ ബാബ അപ്പോൾ പറയുകയായിരുന്നു, ആ ശരി അങ്ങനെയാണോ, വേണ്ടെങ്കിൽ ഞാൻ കുളിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ കുളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറപ്പെടുകയായിരുന്നു. ആ ടൈമിലാണ് അവിടെ ദ്വാരകാമായിൽ പിന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ബാബുജി എണീച്ചു നോക്കുമ്പോൾ തൻ്റെ മേലത്തുള്ള പുണ്ണുകളൊന്നും ഇല്ല, ആ കുഷ്ഠരോഗങ്ങളൊക്കെ മാറിപ്പോയിരിക്കുകയായിരുന്നു. അപ്പോൾ സായിബാബ എവിടെ എവിടെ പറഞ്ഞിട്ട് തേടി ഓടി വരികയായിരുന്നു. ബാബ വിളിച്ചിട്ട് ഓടി വരികയായിരുന്നു. ഓടി വരുമ്പോൾ പിന്നെ ബാബയെ കണ്ടു. ബാബയുടെ കാൽക്കൽ വീണ് കരയുകയായിരുന്നു. ബാബ നിങ്ങൾ എന്നെ രക്ഷിച്ചു, സായിബാബ നിങ്ങൾ ഭഗവാനാണ്, നിങ്ങൾ ശക്തിയാണ്, നിങ്ങൾ പരമശിവനാണ്, നിങ്ങളാണ് കൃഷ്ണൻ, നിങ്ങളാണ് രാമൻ, നിങ്ങളാണ് ശിവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കരയുന്നുണ്ടായിരുന്നു ബാബുജി. അപ്പോൾ പിന്നെ അവിടെയുള്ളവരൊക്കെ കേൾക്കുകയായിരുന്നു, നീ ആരാണെന്ന് കേൾക്കുകയായിരുന്നു. എന്നെ മനസ്സിലായില്ലേ, ഞാൻ തന്നെയാണ് ബാബുജി എന്ന് പറയുകയായിരുന്നു. അപ്പോൾ നിൻ്റെ കുഷ്ഠരോഗമൊക്കെ എവിടെയെന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ബാബുജി പറയുമായിരുന്നു, അതൊക്കെ ഇന്നലെ നിങ്ങളൊക്കെ കണ്ടില്ലേ, എന്നെ എടുത്തു കൊണ്ട് പോകുന്നത്, നിങ്ങളല്ലേ എടുത്തിട്ട് പോകുമ്പോൾ കതകും ജനലൊക്കെ നിങ്ങൾ അടച്ചത് എന്നെ കണ്ടിട്ട്. ബാബ എന്നെ എടുത്തിട്ട് പോയി ദ്വാരകാമയിൽ വെച്ച് അവിടെ ധുനിയിൻ്റെ മുന്നിൽ വെച്ച് എന്നെ ഇരുത്തുകയായിരുന്നു. ആ ധുനി കത്തുന്ന പുക എൻ്റെ മേലെ തട്ടി എൻ്റെ കുഷ്ഠരോഗങ്ങളൊക്കെ മാഞ്ഞു പോയി എന്ന് ബാബുജി പറയുകയായിരുന്നു. പിന്നെ അവിടെയുള്ളവരെല്ലാം ചേർന്ന് ബാബയുടെ കാൽക്കൽ വീണ് ഞങ്ങൾക്ക് മാപ്പ് തരണേ, ഞങ്ങളറിയാതെ പറഞ്ഞു പോയി, നിങ്ങൾ ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചേർന്ന് മാപ്പ് ചോദിച്ചു ഭഗവാന്റെ കാൽക്കൽ വീഴുകയായിരുന്നു. അങ്ങനെയായിരുന്നു ബാബുജിയുടെ കഥകൾ. അത്ര വലിയ കുഷ്ഠരോഗം ഭഗവാൻ താനാ കത്തിച്ച് വെച്ച ആ ധുനീൻ്റെ മുന്നിൽ കൊണ്ട് ഇരുത്തി പുക കൊള്ളുകയും ഭഗവാൻ ആ ഭസ്മം തേച്ച് കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ കുഷ്ഠരോഗം അങ്ങനെ മാഞ്ഞു പോകുകയായിരുന്നു. ഇപ്പോഴും ആ ധുനി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ചാണകപ്പൊടിയും ചാണകം വരട്ടിയായിട്ടിങ്ങനെ ഉണക്കി ചാണകം, മട്ടത്തേങ്ങ, വിറക് കഷ്ണം ഇതൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോഴും അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ധുനി. ഭഗവാൻ കത്തിച്ച് 150 വർഷത്തോളം ആയി എന്നാണ് അറിയപ്പെടുന്നത്. ഭഗവാൻ ആ ധുനി കത്തിച്ച് വെച്ചിട്ട് ഇപ്പോഴും അത് അണയാതെ അവിടെ കത്തുന്നുണ്ട്. അത് അണയാൻ വിടുകയില്ല ആരും. പിന്നെ ഇപ്പോഴും എപ്പോഴും രാവും പകലും ആ ധുനി ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് വരുന്ന ഭസ്മമാണ് രോഗനിവാരണയായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഓം സായിറാം എന്ന് പറഞ്ഞ് ഒരു നുള്ള് ഭസ്മം ഇട്ട ശേഷം ഓം ജയ സായിറാം എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ, അത് കുറച്ച് കഴിച്ചു വരികയാണെങ്കിൽ നമ്മൾക്ക് രോഗങ്ങളൊക്കെ ഗുണപ്പെടുന്നു ഉള്ളതാണ് സത്യം. ഓം സായിറാം. പിന്നെ അനേകം കഥകളൊക്കെ ഉണ്ട് ഭഗവാനെ പറ്റി പറയുകയാണെങ്കിൽ. അതായത് വിശ്വാസത്തോടു കൂടി വേണം കഴിക്കാൻ. പിന്നെ ഇത് ഈ ഭസ്മം കഴിച്ചിട്ട് അങ്ങനെ മാറുകയാണെങ്കിൽ പിന്നെ ഈ ലോകം ഉണ്ടോ എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഭയഭക്തിയോടെ വേണം ഈ ഭസ്മമൊക്കെ നമ്മൾ ഈ വെള്ളത്തിലിട്ട് കഴിക്കുമ്പോൾ വിശ്വാസം വേണം. ഭഗവാൻ ശരിയാക്കി തരും, സത്യമാണ് ഇത് എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി വേണം കഴിക്കാൻ. വിശ്വാസം ഇല്ലാതെ നമ്മൾ കഴിച്ചാൽ അതൊന്നും അതിൻ്റെ ഗുണവും ഉണ്ടാവില്ല. ഭഗവാൻ സാധിച്ചു തരും.
ഉള്ള ആത്മവിശ്വാസവും ക്ഷമയുമാണ് നമ്മൾക്ക് വേണ്ടത്. ക്ഷമയോടെ കൂടി ഇരിക്കുകയാണെങ്കിൽ ഭഗവാൻ എല്ലാ നമ്മൾക്ക് അനുഗ്രഹങ്ങളും തരുന്നതായിരിക്കും. ഓം സായിറാം. അതേപോലെ അവിടെ ഭഗവാന്റെ ഗുരുസ്ഥാനം എന്ന് അറിയപ്പെടുന്ന ആ വേപ്പ് മരച്ചുവട്ടിൽ നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ ധ്യാനം ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു എനർജിയൊക്കെ കിട്ടുന്നതാണ്. അതൊക്കെ നമ്മൾ അത് ചെയ്ത് നോക്കിയാൽ മാത്രമേ വിശ്വാസം വരുള്ളൂ. അത്രയ്ക്ക് എനർജിയാണ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. ഒരു അരമണിക്കൂർ അതും ഭഗവാനെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഭക്തിയോടെ കൂടി ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതൊക്കെ ലഭിക്കുന്നതായിരിക്കും. വേപ്പ് മര ചുവട്ടിൽ ഭഗവാന്റെ ഗുരുസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് അഖണ്ഡദീപം കത്തിക്കൊണ്ട് ഇരിക്കുന്നു എന്നാണ് ഒരു വിശ്വാസം. ഭഗവാൻ എത്രയോ വർഷത്തോളം ഇപ്പോൾ ജനിച്ചിട്ട് 838 ജനിച്ചെങ്കിലും എത്രയോ കാലവർഷത്തിൻ്റെ മുമ്പായിരുന്നു അത് ഭഗവാൻ അഖണ്ഡദീപം കത്തിച്ചു വെച്ചു എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെയൊക്കെയാണ് ഈ സായിബാബയുടെ ചരിത്രങ്ങൾ പറയുകയാണെങ്കിൽ. സായിബാബ എല്ലാ ശക്തിയും കലർന്ന ഒരു മഹാനാണ്. ശിവനായും ശക്തിയായും കൃഷ്ണനായും രാമനായും ഒക്കെ ഈ കാണപ്പെടുന്ന സായിബാബ എന്ത് രൂപമാണോ നമുക്ക് ഇഷ്ടദൈവം, ആ ഇഷ്ടദൈവം നമ്മൾ ഭാവിയിൽ കൂടെ കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ നമ്മൾ ബാബയായിട്ട് ഭാവിച്ച് നമുക്കവരെ തൊഴുതാൻ പറ്റുന്നതാണ്. ഓം സായിറാം. മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഷിർഡിയിൽ ഭഗവാന്റെ ആ ഡ്രസ്സും ഭിക്ഷാടനം എടുത്ത ആ പാത്രവും ഭഗവാൻ പാചകം ചെയ്ത ആ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഈ അടുപ്പ് ദ്വാരകാമയിൽ ഈ അടുപ്പുകളും ഒക്കെ ഇപ്പോഴും അങ്ങനെ ഉണ്ട്. അതൊക്കെ നമ്മൾ കാണുമ്പോൾ കണ്ണ് കലങ്ങിപ്പോകും. ആ ഡ്രസ്സ്, ഒരു വൈറ്റ് ഡ്രസ്സ് ഒക്കെ അവിടെ ഒരു ഗ്ലാസ് പെട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കറിയാതെ തന്നെ കണ്ണ് കലങ്ങിപ്പോകും. അതൊക്കെ സത്യമാണ്. നമുക്കൊക്കെ പോകാൻ ഇനിയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പോകാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ. ഞങ്ങൾക്കും പോകണമെന്ന് ആശയുണ്ട്. ഇനിയും കൂടെ എത്ര കണ്ടാലും മതിയാകുന്നില്ല. എങ്കിലും ഇനി ഭഗവാൻ വിളിച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും പോയി തൊഴുതു വരാം. എല്ലാവർക്കും ആ മഹാഭാഗ്യം ലഭിക്കട്ടെ. ഭഗവാന്റെ അടുത്ത് പോയി നമുക്ക് തൊഴുതു വരാം. ഓം സായിറാം. ബായിജാമ വന്ന് ബാബയ്ക്ക് എന്നും ഫുഡ് കൊടുക്കുന്ന അമ്മയായിരുന്നു. എൻ്റെ മകൻ കാശിയ എന്ന് പറയുന്ന തൻ്റെ മകനെ സായിബാബയോട് ഒപ്പടയ്ക്കുകയായിരുന്നു ഈ ബായിജാമ. മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ സായിബാബ അവിടെ പോവുകയായിരുന്നു. ബായിജാമയ്ക്ക് പിന്നെ വെള്ളം കൊടുത്ത ശേഷം കേൾക്കുകയായിരുന്നു നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമുള്ളതെന്ന്. ബാക്കിയൊക്കെ അടുത്ത വീഡിയോ